ഹായ് ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലേ. ബസ്സിൽ യാത്ര ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ബസ്സിൽ ഇഷ്ടം എന്താ, സൈഡ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷമാണ്. അപ്പോൾ ഒരു സൈഡ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത്? നമ്മൾ ചാടിക്കയറി അവിടെ ഇരിക്കുമല്ലേ. ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മളിരിക്കുന്ന വശത്തായിരിക്കും വെയിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏത് സൈഡിലായിരിക്കും വെയിൽ കുറവ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ആ കൺഫ്യൂഷൻ എങ്ങനെ മാറ്റാം, അതിനുള്ള സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് വെയിൽ ആപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. വെയിൽ ആപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഈ സൂര്യൻ്റെ ഐക്കണുള്ള രണ്ടാമത്തെ ആപ്പ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആപ്പ് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ നമുക്ക് ഫ്രമും ടൂവും കാണും. അതായത് നമ്മൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഫ്രം ഇവിടെ ജസ്റ്റ് പാറശാല എന്ന് കൊടുക്കുകയാണ്. ടു പോത്തൻകോട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇവിടെ എന്നിട്ട് നമുക്കിവിടെ കണ്ടോ ഒരു ടൈമിങ്ങിൻ്റെ ഐക്കണിൽ ലീവിങ് നൗ എന്ന് പറഞ്ഞാണ്. അതായത് നമ്മൾ യാത്ര ഇപ്പോഴാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നാളത്തേക്കോ അല്ലെങ്കിൽ ടൈം കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഡേറ്റും ടൈമും ഒക്കെ മാറ്റി കൊടുക്കേണ്ട ഓപ്ഷൻ കാണും. ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല. ലീവിങ് നൗ തന്നെ ഇട്ടിട്ട് ഫൈൻഡ് ദ വെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ബെസ്റ്റ് ചോയ്സ് ഈസ് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ അവർ എഴുതി കാണിക്കും. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ എവിടെ നിന്ന് എവിടേക്കാണോ യാത്ര ചെയ്യുന്നത് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ വെയിൽ കൊള്ളാതെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് ഈ ഒരു ആപ്പ് നമുക്ക് കാണിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി വെയിൽ കൊള്ളാണ്ട് എങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാമെന്ന്. അപ്പോൾ ഇതുപോലത്തെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു.